ഹായ് ഹലോ നമസ്കാരം PG3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫെയറൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹരിസാർ കറണ്ട് അഫെയറിൻ്റെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കറണ്ട് അഫെയറിൻ്റെ കുറച്ച് മിക്സഡ് ആയിട്ടുള്ള 2023 കുറച്ച് സംഭവങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള കറണ്ട് അഫെയറാണ് ചെയ്യുന്നത്. ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ കാരണം നമ്മൾ കറണ്ട് അഫെയറൊക്കെ നമ്മൾ ചിലപ്പോൾ PDF നമ്മൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് കറണ്ട് അഫെയർ ഡെയിലി ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, നമ്മൾ തന്നെ നമ്മൾ തരുന്നുണ്ട്. അതുകൂടാതെ പലയിടത്തും നിങ്ങൾക്ക് കറണ്ട് അഫെയർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കറണ്ട് അഫെയറുകളൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ചെയ്ത കറണ്ട് അഫെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ എന്താണ് നമുക്ക് ഈ MCQ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുകയാണ്, നിങ്ങൾക്കിത് തരികയാണ്. ഇത് 2023 കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് 2023-24 ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫെയറുകളൊക്കെ നോക്കണം. ഇപ്പോൾ ഇത് 23 ആസ്പദമാക്കിയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. പുതുതായിട്ട് കേൾക്കുന്ന കാര്യങ്ങളും പുതുതായിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മോക്ക് ടെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ സഹിതം നമുക്കിവിടെ കാണാൻ സാധിക്കും. പാർട്ട് 1 ആണ് ഇതിൻ്റെ. നമ്മൾ ഈ ഒരു 2023 സീരീസിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ പാർട്ട് 1 ആണ്. ഓക്കെ, ഇനി അതിനകത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. 2023 ഡിസംബർ 31 വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സംരംഭം അല്ലേ? 2023 കഴിഞ്ഞു, ഇപ്പോൾ 2024 നമുക്ക് ആ ഒരു അതിനകം നടപ്പിലാക്കാം എന്നുള്ള ഇതിൽ വന്നിട്ടുള്ള ഒരു സംരംഭമാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, കുടുംബശ്രീ, സ്റ്റാർട്ടപ്പ് സിറ്റി, ജനമൈത്രി സുരക്ഷ, നിർഭയ. എന്താണ് ചോദ്യം നോക്കുക. 2023 ഡിസംബർ 31 വിവരാവകാശ നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സംരംഭം അല്ലേ? അപ്പോൾ 2024 ആയാലും ഇത് നിങ്ങളത് നോക്കണ്ട. നിങ്ങൾ ഇതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ അന്ന് വായിച്ച ഓർമ്മയിലാണ് എഴുതേണ്ടത്. കുടുംബശ്രീ, സ്റ്റാർട്ടപ്പ് സിറ്റി, ജനമൈത്രി സുരക്ഷ, നിർഭയ. ഓക്കെ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾ വരിക. നിങ്ങൾ ഇതിനെ ഈ രീതിക്ക് തന്നെ എഴുതും. നമ്മൾ 2023 പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കൂ. രജിസ്ട്രേഡ് തപാൽ അതുപോലെ തന്നെ കൊറിയർ സേവനങ്ങൾക്ക് 2023 നവംബർ 1 മുതൽ ഏർപ്പെടുത്തിയ GST നിരക്ക് എത്ര ശതമാനമാണെന്നുള്ളതാണ്. അതായത് രജിസ്ട്രേഡ് തപാൽ, കൊറിയർ സേവനങ്ങൾക്കൊക്കെ 2023 നവംബർ 1 മുതൽ ഏർപ്പെടുത്തിയ GST നിരക്ക് എത്രയാണ്? 18%, 9%, 14%, 21%. ഓക്കെ, എത്ര ശതമാനമാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. അടുത്ത നോക്കൂ. 3. പശ്ചിമഘട്ടത്തിലെ കാസർഗോഡ് റാണിപുരം മലനിരയിൽ നിന്ന് കണ്ടെത്തിയ ടെനിയോഗോണാലസ് ധൃതി ഏത് അപൂർവീനം ജീവിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് അന്ന് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഒരു പക്ഷേ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ജീവികളെ പറ്റിയിട്ടൊക്കെയല്ലേ, നമുക്ക് സയൻസിൻ്റെ മേഖലയിൽ വേണമെങ്കിൽ കറണ്ട് അഫെയറിലൊക്കെ ഇത് ഉൾപ്പെട്ട് വരാം. ഓക്കെ, അപ്പോൾ പശ്ചിമഘട്ടത്തിലെ കാസർഗോഡ് റാണിപുരം മലനിരയിൽ നിന്ന് കണ്ടെത്തിയ ടെനിയോ ഗൊണാലസ് ധൃതി ഏത് അപൂർവീനം ജീവിയാണ്? പല്ലി, കടന്നൽ, ഉറുമ്പ്, പാറ്റ. ഓക്കെ, പല്ലി, കടന്നൽ, ഉറുമ്പ്, പാറ്റ. നോക്ക്, നിങ്ങൾ ജസ്റ്റ് എഴുതി വെക്കോളൂ. തെറ്റിയാലും തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മളിത് ഇവിടെ നിന്ന് പഠിച്ചു പോവുമല്ലോ. അടുത്ത 4. രക്തപരിശോധനയിലൂടെ വിഷാദരോഗം കണ്ടുപിടിക്കുന്നതിനായി തിരുവനന്തപുരം ഐറിസിലെ ഗവേഷകർ വികസിപ്പിച്ച സംവിധാനം എന്താണ്? രക്തപരിശോധനയിലൂടെ വിഷാദരോഗം കണ്ടുപിടിക്കുന്നതിനായിട്ട് തിരുവനന്തപുരം ഐറിസിലെ ഗവേഷകർ വികസിപ്പിച്ച സംവിധാനം. ഒയാസിസ്, ഒബ്സർവ്, സ്ട്രെസ് മിഷൻ, ബ്ലഡ് മിഷൻ. ഓക്കെ, ഏതാണ് നോക്കുക. ഓക്കെ, എഴുതിയോ? അടുത്തതിലേക്ക് പോവാം. 5. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയായി മാറുന്നത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയായിട്ട് മാറുന്നത് ഏതാണ്? ഇന്ദിരാഗാന്ധി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആണോ? അസം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണോ? പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണോ? കേരള കാർഷിക സർവകലാശാലയാണോ? ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയായിട്ട് മാറുന്നത്? ഓക്കെ, 5. 6. 2023 ഉത്തരവാദിത്ത ടൂറിസം പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2023 ഉത്തരവാദിത്ത ടൂറിസം പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്. കേരളം, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ നോക്കൂ. 2023 നവംബറിൽ വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിൽ വീശിയ കൊടുങ്കാറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. തേജ്, ഓക്കി, സിയറാൻ, അതുപോലെ തന്നെ ഒറ്റിസ്. ഓക്കെ, അപ്പോൾ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. 8. ഇന്ത്യയിലെ ആദ്യ ഹെറിറ്റേജ് ട്രെയിൻ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഹെറിറ്റേജ് ട്രെയിൻ സർവീസ് ആരംഭിച്ച സംസ്ഥാനം. ഗുജറാത്ത്, ബീഹാർ, ഉത്തർപ്രദേശ്, ഒഡീഷ. ഗുജറാത്ത്, ബീഹാർ, ഉത്തർപ്രദേശ്, ഒഡീഷ. ഓക്കെ, 8 ക്വസ്റ്റ്യൻസ് ആയില്ലേ. ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 2023 നവംബറിൽ ആസാദി കാ അമൃത് മഹോത്സവ് പുരസ്കാരം ലഭിച്ചത് നോക്കൂ. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്,
ചണ്ഡീഗഡ്. ഓക്കെ, ഇതിലേതാണ് 2023 നവംബറിൽ ആസാദി കാ അമൃത് മഹോത്സവ് പുരസ്കാരം ലഭിച്ചത് ഹിമാചൽ പ്രദേശിനാണോ, ജമ്മു കാശ്മീർ ആണോ, ഉത്തർപ്രദേശ് ആണോ, ചണ്ഡീഗഡ് ആണോ? ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ ലാവൻഡർ ഫാം നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ലാവൻഡർ ഫാം നിലവിൽ വന്നത് എവിടെയാണ്? അസം, മേഘാലയ, ജമ്മു കാശ്മീർ, നാഗാലാൻഡ്. അസം, മേഘാലയ, ജമ്മു കാശ്മീർ, നാഗാലാൻഡ്. ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കറണ്ട് അഫയറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കി. ജസ്റ്റ് 10 ക്വസ്റ്റ്യൻ ഒരു മോക്ക് ടെക്സ്റ്റ് പോലെ നിങ്ങൾ എഴുതി നോക്കിയല്ലോ. ഇനി നമുക്കിതിൻ്റെ ആൻസറും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിങ്ങൾ ഏതൊക്കെ ശരിയായി എന്നുള്ളത് നോക്കൂ, ജസ്റ്റ് നോക്കിക്കോളൂ. അറിയാത്തുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. ഓക്കെ അല്ലേ? നമുക്ക് 2023 ഡിസംബർ 31 വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സംരംഭം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുടുംബശ്രീയാണ്. ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, രജിസ്ട്രേഡ് തപാൽ അതുപോലെ തന്നെ കൊറിയർ സേവനങ്ങൾക്ക് 2023 നവംബർ 1 മുതൽ ഏർപ്പെടുത്തിയിട്ടുള്ള GST നിരക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് 18%. എത്രയാണ്? 18%. അടുത്ത് നോക്കൂ, പശ്ചിമഘട്ടത്തിലെ കാസർഗോഡ് റാണിപുരം മലനിരയിൽ നിന്ന് കണ്ടെത്തിയ ടെനിയോ ഗൊണാലസ് ധൃതി ഏത് അപൂർവീനം ജീവിയാണെന്ന് ചോദിച്ചാൽ അത് കടന്നലാണ്. ഓക്കെ, എന്താണ്? ഓപ്ഷൻ ബി, കടന്നലാണ് ഉത്തരം. അടുത്ത 4 നോക്കൂ, രക്തപരിശോധനയിലൂടെ വിഷാദരോഗം കണ്ടുപിടിക്കുന്നതിനായിട്ട് തിരുവനന്തപുരം ഐസറിലെ ഗവേഷകർ വികസിപ്പിച്ച സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ഒയാസിസ്. ഓക്കെ, ഒയാസിസ് ആണ് കേട്ടോ. 4ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 5 നോക്കൂ, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയായി മാറുന്ന ഏതാണ്? കേരള കാർഷിക സർവകലാശാലയാണ്. ഓപ്ഷൻ ഡി, കേരള കാർഷിക സർവകലാശാല. 6 നോക്കൂ, 2023 ഉത്തരവാദിത്ത ടൂറിസം പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അത് കേരളമാണ്. ഓപ്ഷൻ എ, കേരളമാണ്. അടുത്ത് നോക്കിക്കോളൂ, 7ാമത്തെ 2023 നവംബറിൽ വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിൽ വീശിയ കൊടുങ്കാറ്റ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സിയറാനാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. അടുത്ത് നോക്കൂ, 8ാമത്തെ ഇന്ത്യയിലെ ആദ്യ ഹെറിറ്റേജ് ട്രെയിൻ സർവീസ് ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഹെറിറ്റേജ് ട്രെയിൻ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ, ഗുജറാത്താണ്. അടുത്ത 9ാമത്തെ നോക്കൂ, 2023 നവംബറിൽ ആസാദി കാ അമൃത് മഹോത്സവ് പുരസ്കാരം ലഭിച്ചത് ജമ്മു കാശ്മീർ ആണ്. ഓപ്ഷൻ ബി, ജമ്മു കാശ്മീർ ആണ്. അടുത്ത 10, ഇന്ത്യയിലെ ആദ്യ ലാവൻഡർ ഫാം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയർ വളരെ ചെറിയൊരു ക്ലാസ് ആയിരിക്കും ഇത്. കാരണം കറണ്ട് അഫയർ നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടി പോയാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കുറേയധികം കറണ്ട് അഫയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു മാർക്ക് അതിനകത്ത് കിട്ടിയില്ലെന്ന് വെച്ചാൽ വളരെ സങ്കടമായിരിക്കും. അപ്പോൾ ഇതൊരു 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കുകയും ചെയ്യാം അല്ലേ? അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ പാർട്ട് കൂടെ നമുക്ക് എന്തായാലും ചെയ്യാം. ഒപ്പം തന്നെ ഇനിയും നമുക്ക് കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട്. ഒരു മാസത്തിൻ്റെ താഴെ നമുക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് 70-ലധികം മോഡൽ പരീക്ഷകൾ, അതായത് 7000-ലധികം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് രൂപത്തിലും അല്ലാത്തതുമുള്ള ചോദ്യങ്ങൾ അതിനകത്ത് സൈക്കോളജി വരുന്നുണ്ട്, GKയിൽ സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും ഭാഗങ്ങൾ വരുന്നുണ്ട്, അതുപോലെ മാത്സിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ സിലബസ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ 70-ലധികം മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. അതല്ലെങ്കിൽ അത് പഠിക്കാൻ 7000-ലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. കാരണം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെൻറ്റിലുള്ള 4 കാര്യങ്ങളുണ്ടെങ്കിൽ ആ 4 സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ അവിടെ പഠിക്കുകയാണ് അല്ലേ? ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലൂടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലൂടെ കുറേയധികം ഫാക്റ്റുകൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ അല്ലേ? അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മുടെ കയ്യിൽ കൂടുതലുമുള്ളത്. 70-ലധികം മോഡൽ പരീക്ഷകളുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് SSCRT 5 മുതൽ 10 വരെയുള്ള സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും PDF നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് PDFകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയർ ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള പാക്കേജാണ് ഇപ്പോൾ 249 രൂപയ്ക്ക് നിങ്ങൾക്ക് എത്തിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ പറയുന്ന 9747886666 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അടുത്ത ഒരു മോക്ക് ടെസ്റ്റുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.